ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു കുട്ടി ഉടുപ്പ് തുന്നി പഠിക്കാം. എങ്ങനെയാണ് അളവെടുക്കുക എന്ന് നോക്കാം. ഫ്രോക്കിൻ്റെ മൊത്തം നീളം നോക്കുക. 27 നീളം ഫ്രോക്കിന്. ഇനി ഫ്രോക്കിൻ്റെ ബോഡീൻ്റെ ലെങ്ത്ത് നോക്കാം. സ്കേർട്ടിൻ്റെ ലെങ്ത്ത് നമ്മൾ പിന്നെയാണ് കട്ട് ചെയ്യുക. ആദ്യം ബോഡി കട്ട് ചെയ്തെടുക്കുക. ബോഡീൻ്റെ ലെങ്ത്ത് എത്രയാണ് നോക്കുക. ബോഡി ലെങ്ത്ത് 10.5. ഈ ബോഡീൻ്റെ വീതി 12.5 ബോഡി വീതി. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ഷോൾഡർ. ഇവിടുന്ന് മുതൽ ഇവിടം വരെയുള്ളതാണ് ഷോൾഡർ. ഷോൾഡറായിട്ട് വരുന്നത് 10.5. ഷോൾഡർ 10.5. കഴുത്തകലം നമുക്ക് 2.5 എടുക്കുന്നത്. കഴുത്തകലം 2.5. കഴുത്തിറക്കം എങ്ങനെ എടുക്കുകയെന്ന് വെച്ചാൽ കഴുത്തിറക്കം ഇതാ ഇവിടെ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഇത് വരുന്നില്ല, ഈ ഭാഗം വരുന്നത് ഇങ്ങനെ 3.5. പിന്നെ നിങ്ങൾക്ക് നോക്കാമെന്ന് വെച്ചാൽ ഒരു പ്ലെയിൻ സാധനം ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് മുതൽ ഇവിടുന്ന് മുതൽ ഇവിടം വരെയുള്ള 3.5. ഇതാണ് 3.5. കറക്റ്റായിട്ട് കിട്ടുക 3.5. ഇവിടുന്ന് അളന്നിട്ട് ഇങ്ങനെ കിട്ടുന്നത് ഇതിങ്ങനെ വെച്ച് നോക്കണം. ഇങ്ങനെ അത് 3.5. അതിന് പകരം കിട്ടാത്ത പെട്ടെന്നൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി. ഒരു സാധനം കറക്റ്റാക്കിയിട്ട് നേരെ വെക്കുക. എന്നിട്ട് അവിടുന്ന് മുതൽ ഇവിടം വരെയുള്ള 3.5. കഴുത്തകരം 3.5. ബാക്കിലത്തെ കഴുത്ത് 1 ഇഞ്ചാണ് താത്തിയത്. ബാക്ക് കഴുത്ത് 1 ഇഞ്ച്. 1 ഇഞ്ച്. ഇനി കൈക്കുഴി വരുന്നത് 5.5. ഇവിടെയുള്ള വീതി 12 ഇഞ്ച്. ഇനി തുണീനെ നമ്മളെങ്ങനെയാണ് മടക്കുക നോക്കാം. ഇത് പഴയ എൻ്റെ ഒരു ചുരിദാർ തുന്നിയതിൻ്റെ ബാക്കി തുണി കൊണ്ടാണ് നമ്മളിപ്പോൾ ഉടുപ്പ് തയ്ച്ചെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മടക്കുക. ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു തുണി കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ മടക്കുക. പകുതി ഭാഗം മാത്രം ഫോൾഡ് ചെയ്യുക. എന്നിട്ട് വെറുതെ ഒന്ന് വെച്ച് നോക്കുക എത്ര ഇഞ്ചുണ്ട് ഇവിടെ. നമുക്ക് കിട്ടേണ്ടത് 12.5. അന്നേരം അതിൻ്റെ പകുതി 12.5ൻ്റെ പകുതിയാണ് ഇവിടെ വേണ്ടത്. ഇതിപ്പോൾ നമ്മൾ മടക്കി വെച്ചിട്ടല്ലേ ഇങ്ങനെ ഉടുപ്പ് കട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് പകുതിയാണ് വേണ്ടത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഉടുപ്പിനെ ഇങ്ങനെ മടക്കിയിട്ടുള്ള അളവാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അവിടെ വരുക 6.25. അതുപോലെയാണ് നമ്മളിപ്പോൾ ഈ തുണീനെ മടക്കിയെടുക്കുന്നത്. ബാക്ക് സൈഡ് വേറെ, ഫ്രണ്ട് സൈഡ് വേറെ. 6.25 മതി. അധികം തുണി വേസ്റ്റ് ആക്കണ്ട. നമുക്ക് ആവശ്യമുള്ള അനുസരിച്ചിട്ട് എടുത്താൽ മതി. 6.25 10.5 അല്ലേ. 10.5ൻ്റെ മേലെ 1/2 ഇഞ്ച് മേലെ അടിക്കുക. ഷോൾഡറിൻ്റെ ഭാഗം അടിക്കുക 1/2 ഇഞ്ചും. താഴത്തെ ഭാഗം ഈ സ്കേർട്ടുമായിട്ട് അടിച്ച് വരണ്ടേ, അതിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ചും. അങ്ങനെ 10.5 11.5 നമ്മൾ എടുക്കുന്നത്. ടോട്ടൽ 11.5. നമ്മൾ പെറ്റിക്കോട്ടിന് കട്ട് ചെയ്യുമ്പോൾ മേലെ ഷോൾഡറിൻ്റെ ഭാഗം എടുത്തിട്ടില്ല. ഷോൾഡർ ഒരുമിച്ച് വെച്ചത്. ഇതിപ്പോൾ ഷോൾഡർ നമുക്ക് അടിക്കാനുണ്ട്. ഇവിടുന്ന് 11.5 അടയാളപ്പെടുത്തുക. കറക്റ്റായിട്ട് ഒരു വര വരക്കണം. കഴുത്തകലം 2.25. കഴുത്തിൻ്റെ ഇറക്കം 3.25. 3.5 നമ്മൾ ഉടുപ്പിൽ അളക്കുമ്പോൾ പറഞ്ഞത്. നമ്മൾ അടിക്കുമ്പോൾ കുറച്ച് താഴോട്ടേക്ക് 3.25 വെട്ടിക്കഴിഞ്ഞാൽ
കാലിഞ്ച് താഴോട്ട് വെട്ടിയിട്ട് 3.5-യിലാണ് നമ്മൾ അടിപ്പ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കാലിഞ്ച് കുറച്ചെടുക്കുന്നത്. ഇവിടെയും കാലിഞ്ച് കുറച്ചതാ, ഇവിടെയും കാലിഞ്ച് കുറച്ചതാ. ഇനി ഷോൾഡർ പറഞ്ഞത് 10.5 അല്ലേ? 10.5 എന്ന് പറയുമ്പോൾ 5.25. 10.5-ൻ്റെ പകുതി 5.25. ഇനി നമുക്ക് കൈക്കുഴി ആണെന്ന് നോക്കാം. 5.5. അതിന് 1 ഇഞ്ച് കുറച്ചിട്ട് 4.5-യിൽ ഒരടയാളം വെക്കുന്നു. നമ്മൾ 4.5-യിൽ ഒരടയാളം വെച്ചിട്ട് ഈ 6.25 ഇവിടെ അടയാളപ്പെടുത്തുക. ഇവിടുന്ന് ഇവിടെ ഒരു ബോക്സ് വരക്കുക. ഇവിടുന്ന് ഇവിടേക്ക് ഒരു ബോക്സ് വരച്ച് ഇവിടുന്ന് ഈ ഷോൾഡറിൻ്റെ ഭാഗത്തിലേക്ക്, കഴുത്തിൻ്റെ അടുത്തുനിന്ന് ഈ ഷോൾഡറിൻ്റെ അടുത്തേക്ക് ഒരു 1/4 ഇഞ്ച് കുറക്കുക. ഒരു 1/4 ഇഞ്ച് കുറച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനൊരു അത് കഴിഞ്ഞിട്ട് തയ്യൽ തുമ്പിന് ഒരു 1/2 ഇഞ്ച്, തയ്യൽ തുമ്പായിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് കാണുന്നു. എന്നിട്ട് ഈ 6.25-ലേക്ക് നമ്മളൊരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നു. ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഒന്നളന്ന് നോക്കുക. ഈ തയ്യൽ തുമ്പ് വിട്ടില്ലേ 1/2 ഇഞ്ച്, അതിന് ശേഷം അതിൻ്റെ അകത്തുനിന്ന് ഒരു 1/4 ഇഞ്ച് പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ പിടിച്ച് ഇത് അളക്കാൻ ഇങ്ങനെ കുറേ ശ്രമിക്കണം. ഇങ്ങനെ അളന്ന് പഠിക്കുക, നീങ്ങിപ്പോവാണ്ട് ഇങ്ങനെ അളന്ന് പഠിക്കുക. ഇത് 5.5 ഇഞ്ച് കൈക്കുഴി. 1/4 ഇഞ്ചിൽ എല്ലാം പിടിക്കുക. ടാപ്പ് നീങ്ങിപ്പോവാണ്ട് പിടിക്കാൻ പഠിക്കണേ. ഇങ്ങനെ പിടിച്ച് ഇവിടെ ഇങ്ങനെ പിടിച്ച്, എന്നിട്ട് അതേ ഗ്യാപ്പിൽ ടാപ്പിനെ ഇവിടെ പിടിക്കുക. എന്നിട്ട് അതേ ഗ്യാപ്പിൽ ടാപ്പ് ഇവിടെ പിടിക്കുക. എന്നിട്ട് ഈ ടാപ്പിനെ ഇവിടെ ഈ കൈ നല്ലോണം പ്രസ് ചെയ്തിട്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് ചെറുങ്ങനെ തിരിക്കുക. എന്നിട്ട് ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ ഇതാക്കി 5.5 കണ്ട, ഇതിലേക്ക് ഈ അടയാളപ്പെടുത്തിയതിലേക്ക് 5.5 ഇങ്ങനെ 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ ഇങ്ങനെ വെച്ചിട്ട് എന്നിട്ട് ഇവിടാന്ന് പറയുന്നത്, ഇവിടെ ഇപ്പോൾ 1/2 ഇഞ്ച് കുറച്ചിട്ട് 5.25 അടയാളപ്പെടുത്തി. എന്നിട്ട് കുറച്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇവിടുന്ന് കഴുത്ത് ഇറക്കുക. ഇതിൻ്റെ അകത്തേക്ക് ഒരു ഷേപ്പ് വരച്ചെടുക്കുക. ബാക്ക് കഴുത്ത് 1 ഇഞ്ച്, ബാക്ക് കഴുത്തിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് താഴ്ത്തിയിട്ട് ആദ്യം നമ്മൾ ബാക്ക് കഴുത്താണ് വെട്ടിയെടുക്കുന്നത്. ഇന്ന് 1/4 ഇഞ്ച് താഴ്ത്തിയിട്ടില്ല, അതിലേക്ക് കട്ട് ചെയ്തെടുക്കുക. ഈ ചോക്കിൻ്റെ കല നമ്മളെ തുണി കാണണേ വെട്ടുമ്പോൾ.
എന്നിട്ട് ഇത് വെട്ടിയതിന് ശേഷം ഇവിടെ ഈ ഗ്യാപ്പില്ലേ അവിടെ ഒരു ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക. ഇവിടെ ഫ്രോക്ക് തയ്ക്കുന്ന വീതിൻ്റെ ഒരു കട്ടിട്ട് കൊടുക്കുക. എന്നാൽ തയ്ച്ചെടുക്കുമ്പോൾ അത് എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഇവിടുന്ന് ഈ സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. സൈഡ് മാർക്ക് ചെയ്യുക, ഈ സൈഡ് മാർക്ക് ചെയ്യുക. അടുത്ത കഷ്ണം കട്ട് ചെയ്തെടുക്കുക. ഈ തുണി എടുക്കുക. ഇവിടെ കെട്ടിടുക, ഇവിടെ കെട്ടിടുക. ബാക്ക് സൈഡ് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് സൈഡിൽ ഈ കഴുത്തിൻ്റെ അടയാളപ്പെടുത്തി വെച്ചില്ല, അതിൽ ഇതാ ഒന്നിൻ്റെ അകത്ത് മാത്രമാണ് നമ്മൾ വെട്ടുന്നുള്ളൂ. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. ഇനി നമുക്ക് ഫ്രോക്കിൻ്റെ സ്കേർട്ടിൻ്റെ ഭാഗം വെട്ടിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ബോഡി പാർട്ട് വെട്ടിയതിന് ശേഷമുള്ള ഭാഗം എത്രയുണ്ട് നീളം നോക്കാം. ബോഡി വെട്ടിയതിന് ശേഷമുള്ള നീളം 1/2 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് മേലോട്ട് കയറ്റി വെക്കുക. ഇതിപ്പോൾ 16.5 പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. അന്നേരം 16.5ൻ്റെ കൂടെ 1.5 ഇഞ്ച് എന്ന് പറയാൻ 18 ഇഞ്ച്. 8 ഇഞ്ച് നീളം. ഇവിടുന്ന് 18 ഇഞ്ച് നീളം. ഇവിടുന്ന് കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കും. ഇനി രണ്ടാമത്തെ കഷ്ണം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ആദ്യം മുറിച്ച് വെച്ച പീസ് വെച്ചിട്ട് രണ്ടാമത്തെ കഷ്ണം കട്ട് ചെയ്തെടുക്കുക. ചെറിയൊരു പീസ് നമുക്ക് അതിന് കൈ കിട്ടുമോ എന്ന് നോക്കാം. കൈക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കുക, നീളം നോക്കുക. ഒരു 3.5 ഇഞ്ച് 4 ഇഞ്ച് നീളം എടുക്കുന്നു.
മേലെ നിന്ന് ഒരു 2 ഇഞ്ച് താഴ്ത്തി കൊടുക്കുന്നു. ഇതെന്ന് വെച്ചാൽ നമ്മളെ കൈക്കുഴീൻ്റെ ഇവിടെ വരുന്ന ഈ ഷോൾഡറിൻ്റെ അടുത്ത് വരുന്ന ഭാഗമാണ് ഈ 2 ഇഞ്ച് താഴ്ത്തി കൊടുക്കുന്നത്. അത് ചെറിയ കുട്ടികൾക്ക് 2 ഇഞ്ച്, വലിയ ആൾക്കാർക്ക് 3 ഇഞ്ച്, നല്ല തടിയല്ലുള്ള ആൾക്കാർക്ക് 4 ഇഞ്ച്, അങ്ങനെ ഓരോരുത്തർ ഇത് വെച്ചിട്ട് 4 ഇഞ്ച് ലാസ്റ്റ്. ഇവിടെ നിന്ന് 5.5 നമ്മൾ കൈക്കുഴി കിട്ടിയ 5.5 അതാ 5.5 ഇതാ ഇവിടെ കിട്ടുന്നുണ്ടോ നോക്കുക. 5.5 നമ്മൾ കൈക്കുഴി അളന്നേരം കിട്ടിയ 5.5 ഇല്ലേ, 5.5 ഇവിടുന്ന് ഈ 2 ഇഞ്ച് താഴ്ത്തിയിട്ടിട്ടൊക്കെ അളവിന് വേണ്ടിയിട്ട് ഇവിടുന്ന് മേലെ നിന്ന് 2 ഇഞ്ച് താഴ്ത്തിയിട്ടുണ്ട്. 2 ഇഞ്ചിലേക്ക് ഈ 5.5 കിട്ടുന്നുണ്ടോ നോക്കുക. 5.5 കിട്ടുന്നുള്ള സമയത്ത് ഇവിടുന്ന് ഇങ്ങനെ ഒരു ഷേപ്പ് അതിലേക്ക് വരച്ചെടുത്ത് അതിലും ഇങ്ങോട്ടേക്ക് വരച്ചെടുക്കുക. ഇതാണ് കൈ. ഇതുപോലെ തന്നെ ഒരു കൈയും കൂടി കട്ട് ചെയ്തെടുക്കുക. അതിന് 2 കൈ, ബോഡി നീളം. ഇത് നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ഈ ഉടുപ്പിനുള്ള ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സ്കേർട്ടിന് വേണ്ടി മുറിച്ച് വെച്ച പീസില്ലേ, അതിൻ്റെ അകത്തുനിന്ന് ഇതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അത്ര നീളം വേണ്ട നമ്മൾ ലൈനിങ്ങിൻ്റെ തുണിക്ക്. കണ്ട, ഈ സ്കേർട്ടിൻ്റെ അത്ര നീളം വേണ്ട ലൈനിങ്ങിൻ്റെ തുണിക്ക്. ലൈനിങ് കുറച്ച് കയറിയിട്ടുണ്ടാവും. അത് കണ്ട, ഇത് നമ്മൾ ഈ സ്കേർട്ടിൻ്റെ ലൈനിങ്ങിനായിട്ട് മാറ്റി വെക്കുന്നത്. ലൈനിങ് തുണീനെ 2ആയിട്ട് മടക്കുക. എന്നിട്ട് ഈ ബോഡീനെ നമ്മൾ ഇവിടെ വെച്ച് കൊടുക്കും. എന്നിട്ട് കറക്റ്റാക്കി വെട്ടിയെടുക്കും. ഇതുപോലെ തന്നെ ഈ ഭാഗം കട്ട് ചെയ്ത് വെച്ച് ഈ കൈയിൻ്റെ പീസിനെ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഈ 2 കൈക്കുള്ള തുണിയും ഈ ലൈനിങ്ങിൻ്റെ അകത്ത് നിന്ന് കിട്ടും കേട്ടോ. 2 കൈക്കുള്ള തുണിയും ഈ തുണീൻ്റെ അകത്ത് ക്രോസ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കട്ട് ചെയ്തെടുക്കുന്നതാണ് ക്രോസ് പീസ്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് ക്രോസ് പീസ്. ഇതിപ്പോൾ ഉള്ളത് ഇത് ശരിക്കും ഉള്ളത് നേരെയാണ് പീസ്. അതിനെ ചെരിച്ച് ഇങ്ങനെ കട്ട് ചെയ്യുന്നതിനാണ് ക്രോസ് പീസ് എന്ന് പറയുന്നത്. ഈ നേരെയുള്ള തുണി വലിയില്ല, ഈ ക്രോസ് പീസ് വലിയും. ഇത് നമുക്ക് കഴുത്തിന് വേണ്ടിയിട്ട് എടുക്കാം.
ഫ്രോക്ക് കട്ടിങ് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചോദിക്കുക ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാമെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.